സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂള് ഉദ്ഘാടനത്തിനാണെന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കാണുന്നത്. അതാരാ വരുന്നത് എന്നല്ലേ? ഹണി റോസ്. നമ്മളെ ഹണി റോസിനെ അറിയാത്തവരൊന്നും ഇല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മലയാളത്തിൽ ഒരു സിനിമ മോഹൻലാലും മമ്മൂട്ടിയും വാങ്ങിക്കുന്നതിലും കൂടുതൽ ശമ്പളം ഉദ്ഘാടനത്തിലൂടെ മാത്രം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഹണി റോസ്. അപ്പോൾ ഹണി റോസിനെ കൊണ്ടുവരുന്ന രംഗവും അതുപോലെ ഹണി റോസ് വരുമ്പോഴുണ്ടാകുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹണി റോസിൻ്റെ ഡ്രസ്സിൻ്റെ പ്രത്യേകത തന്നെയാണ്. പിന്നെ അവരുടെ ശരീരം, അവർ തന്നെ മാർക്കറ്റ് അവരുടെ ശരീരം ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല സോഷ്യൽ മീഡിയയിലും അവരെ പറ്റിയിട്ടുള്ള വാർത്തകൾ കാണുമ്പോഴേ ഒരുപാട് ആരാധകർ അവർക്ക് ഈ ഒരു കെയർ ഓഫിലാണ് വന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഒരു അനവധി പോലീസുകാരും ആൾക്കാരും ഒക്കെ ഉണ്ട് അവിടെ. ഈ പോലീസുകാർ ഇവരെ ആനയിച്ച് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് കയറ്റിവിടുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. അല്ല, ഇവർക്കൊന്നും ഉളുപ്പില്ലേ? ഇതിൻ്റെ മുതലാളിമാരായി കഴിഞ്ഞാലും ഇതിൻ്റെ സംഘാടകരായി കഴിഞ്ഞാലും യുവന്മാർക്കൊന്നും ഒരു ഉളുപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പിന്നെ എന്താ പറയുക, ചെറുപ്പക്കാരൊക്കെ വന്ന് ചാടുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം വന്നതുപോലെയാണ്. അതിന് ചൂട്ട് പിടിച്ചു കൊടുക്കാനാണ് ഇതുപോലെ ഒരുപാട് പൈസയുള്ള കുറേ ടീമുകളുണ്ട്. ഒരു വസ്തുവിന് കൊള്ളാതെ കുറേ ഉണ്ണാക്കന്മാർന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് വിവരം ഉണ്ടാവില്ല, പൈസയുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടല്ലേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. മണ്ടന്മാരല്ല, തിരുമണ്ടന്മാരാണ് ഇവർ, തിരുമണ്ടന്മാർ. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഇവരെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിക്കുക, എന്നിട്ട് സ്വയം സമൂഹത്തിൽ കോമാളിയാകുന്ന കുറച്ച് സമ്പന്ന വർഗങ്ങളുണ്ട്. വെറും ഊളകൾ എന്നേ പറയുള്ളൂ, ഊളകൾ, ഊളകൾ എന്നേ പറയുള്ളൂ. ഇതിലും നല്ലത് എന്ന് പറയുന്നത് എന്താ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നില്ലടോ നിങ്ങൾക്കെല്ലാം നല്ലത്. ഇവിടെ മനുഷ്യന്മാർ എത്ര ആൾക്കാരുടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഒരു 10 പൈസ ഇതുപോലെയുള്ള ഊളകൾ അങ്ങോട്ടൊന്നും കൊടുക്കൂല. ഇങ്ങനെയുള്ള ഈ പരിപാടികൾക്ക് ഒരുപാട് പൈസങ്ങി ചിലവാക്കും. എല്ലാവരും വരുന്നത് എന്തിനാണെന്നറിയാം? ഈ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അതെല്ലാവർക്കും അറിയാം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. പോലീസുകാരൊക്കെ ഇതിൽ ആനയിച്ച് വരുന്നത് കാണുമ്പോൾ ഇവർക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ? പിന്നെ എന്താ പറയേണ്ടത്, ഈ നാട്ടുകാർ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ കാണുമ്പോഴേ മലപ്പുറത്താണ് നടക്കുന്നത്. എൻ്റെ മക്കളെ, നിങ്ങളവിടെ കുറച്ച് ആൾക്കാരും കൂടെ വിവരമില്ല ആൾക്കാരില്ലായിരുന്നു, അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട്. അതായത് എവിടെയൊക്കെയോ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ കുറച്ചും ഒരു നിലവാരം വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതാരായാലും ശരി. ഇപ്പം മാരാറ് പണ്ട് പറഞ്ഞതുപോലെ തുണിയും പൊക്കി നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം ലുലു മാളിൻ്റെ മുമ്പിൽ തുണിയും പൊക്കി നിന്ന് കഴിഞ്ഞാൽ ഇതിലും ആൾ കാണാനുണ്ടാവുമെന്ന് മാരാറ് പറഞ്ഞതിന് പണ്ട്, അഖിൽ മാരാറ്. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണ്, അതുപോലെയാണ് ആൾക്കാർ കൂടുന്നത് എന്നുള്ളതാണ്. ആ ഒരു നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഹണി റോസിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളികളുടെ ഇത് മുതലെടുക്കാൻ വേണ്ടി ഹണി റോസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില ആൾക്കുള്ള സംശയം ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ വന്നു. ഹണി റോസോ ഒറിജിനലാണെന്നോ ഡ്യൂപ്ലിക്കേറ്റാണെന്നോ ഇതാർക്കും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലേ പിന്നെ അവരോ എന്ന് പറയണം മക്കൾ ഇത് ഒറിജിനലാണ്. ചില ആൾക്കാർ ഇതിനെതിരെ ട്രോളും ഇറക്കിയിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ ഏഡിയോ പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് കിട്ടി മക്കളെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അതൊന്നാന്നറിയില്ല, എന്തോ ഒരു കവർ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് ഹണി റോസിന് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കെന്താ ഇതിൻ്റെ അകത്ത് നഷ്ടം? അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടന്മാരായ മലയാളികളുടെ ഇത് മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത്. അവർ മുതലെടുക്കുകയാണ്. അവർ പോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വൻ ജനക്കൂട്ടമാണ്. അവരുടെ ആദ്യത്തെ 1-2 ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, എടാ ഇത് നല്ല പരിപാടിയാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 10-60 ദിവസം നിൽക്കണം. അതുമാത്രവുമല്ല, അത് കഴിഞ്ഞ് ഡബ്ബിങ്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ വാർത്താനോ അതും ഇതൊക്കെ കേൾക്കണം. എന്നിട്ടോ കിട്ടുന്നതാണെങ്കിൽ നക്കാപ്പിച്ചായിരിക്കും കിട്ടുകയും ചെയ്യാം. അതിലും നല്ല സുഖമല്ലേ ഇതെന്ന് പറയുന്നത്? ഒരു ടെൻഷനും ഇല്ല. തലേന്ന് ഇപ്പം രാവിലെ പിന്നെ 10 മണിക്കാന്ന് പ്രോഗ്രാമെങ്കിൽ തലേന്ന് രാത്രി അവിടെ എത്തുക, നല്ല റൂം കിട്ടും, അതുപോലെ തന്നെ ഫുഡ് കിട്ടും, പിന്നെന്ന് പറഞ്ഞാൽ പൈസയും കിട്ടും, പിന്നെ പോകാനും വരാനുള്ള ചാർജും കിട്ടും, ഇതെല്ലാം കിട്ടും. സിനിമേനെക്കാട്ടിയും നല്ല സുഖമല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് കൃത്യമായിട്ട് മലയാളികളുടെ മനസ്സ് പഠിച്ചു. അവർ മലയാളികളുടെ മനസ്സ് പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരുപാട് പൊട്ടന്മാരായ പണക്കാരുള്ളത് കൊണ്ടും
അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും അവരുടെ ആ ഒരു എന്താ പറയേണ്ടത്, ഒരു ആറ്റിറ്റ്യൂഡിനെ ഞാൻ ബഹുമാനിക്കുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എറിയാൻ അറിയുന്ന ഒരു സ്ത്രീ, ഒരു യുവതിയാണ്. കൃത്യമായിട്ട് എറിയാനറിയാം. ആ എറിഞ്ഞ് അവർ നല്ല രീതിയിലാണ് എറിയുകയും ചെയ്തത്. ആ ഏറ് ശരിക്കും മലയാളികൾക്ക് കൊണ്ടു എന്നുള്ളതാണ്. വേറെയുടെ ഈ പരിപാടിയൊന്നും നടക്കൂല. ഇതെന്തൊരു മനുഷ്യന്മാർ, ഇത് എന്തൊരു ഇതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഞാനൊരു പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കൂടുന്നു. പല ആൾക്കാരും ഇതുപോലെ നോക്കുന്നുണ്ട് ഇപ്പോഴേ. ഇപ്പം ഇതൊരു ട്രെൻഡാണ്. പല വേറൊരു നടിയുണ്ട്, വേറെ എന്തെല്ലോ ഇതായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ സക്സസ് ആകുന്നില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിൻ്റെ താരറാണികൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് താരറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് തന്നെയാണ്. സിനിമയിൽ അധികമൊന്നും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. സിനിമയിലധികം ചാൻസും കിട്ടിയിട്ടില്ല. വല്ലപ്പോഴും കിട്ടുന്ന 1-2 ചാൻസ് മാത്രമാണ് സിനിമയിൽ. അതാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വേഷങ്ങളുമാണ്. അല്ലാതെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വേഷമൊന്നും ഹണി റോസിന് കിട്ടാറില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു സാധ്യത, ഇങ്ങനെയൊരു സാധ്യത പല ആൾക്കാർക്കും ഇതിൻ്റെ സാധ്യത മനസ്സിലായില്ല. അതുകൊണ്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഹണി റോസ് എന്ത് ചെയ്തു, ഇതുപോലെയുള്ള മൊയന്ത് മുതലാളികളില്ലേ, മൊയന്ത് മുതലാളിമാർ, മൊയന്തന്മാർ, എന്ത് ഞരമ്പന്മാരാണ് ഇവർ. ഈ മുതലാളിമാർ എന്ത് ഞരമ്പന്മാരാണ്. അല്ല, ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കണം അവിടുന്ന്. എന്നിട്ട് ഈ മൊയന്ത് മുതലാളിമാർ ഇങ്ങനെയുള്ള ഈ ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഇതും ചെയ്യിക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. മനസ്സിലായ എന്തോ ഒരു വലിയൊരു സംഭവം കിട്ടിയതുപോലെയായിരുന്നു. അത്രയും വേണ്ടി ഇവർക്ക്. അപ്പോൾ ഇത് നമ്മളെ ഹണി റോസ് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പല സന്ദർഭങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ 95-96 ഷക്കീല തരംഗം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഷക്കീല തരംഗത്തിൽ ആ ഷക്കീല കൃത്യമായിട്ട് മലയാളികളുടെ മുന്നിലേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു. ആ ഏറ് കൊണ്ടു. അതെങ്ങനെയാണെന്ന് ഷക്കീലക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഷക്കീല ഒരു 10 വർഷത്തോളം ഇവിടെ താരറാണിയായിട്ട് വാഴുന്നു എന്നുള്ളതാണ്. താരറാണി, അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും പടങ്ങളെല്ലാം ഇങ്ങനെ കൂപ്പ് കുത്തി വീഴുമ്പോൾ താരറാണിയായിട്ട്. എന്നാൽ എന്തെങ്കിലും കാണിക്കും, ഒന്നും കാണിക്കത്തുമില്ല. ഏപ്പടമാണെങ്കിലും ഒന്നും കാണിക്കത്തുമില്ല. പക്ഷെ അവരെക്കാട്ടിയും കൂടുതൽ ഈ ഷക്കീലേനെക്കാട്ടിയും കൂടുതൽ കാണിക്കുന്നവരൊന്നും ഇവിടെ താരറാണികളായിട്ടില്ല. പക്ഷെ ഷക്കീല എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവിടെ മോഹൻലാലിനും മമ്മൂട്ടിൻ്റെയും കൂടെ കട്ടക്ക് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. ഓണത്തിനാണെന്ന് എനിക്ക് തോന്നുന്നത് രാക്ഷസരാജ്ഞി ഒരു സിനിമേൻ്റെ പേര്, അത് ഷക്കീല. രാക്ഷസ രാജാവ് അതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടീൻ്റെത്. രാവണ പ്രഭു മോഹൻലാലിൻ്റെത്. ഇങ്ങനെ 3 പടം ഇറങ്ങിയതായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം അത്രമാത്രം കട്ടക്ക് പിടിച്ചു നിന്നാണ്. അപ്പോൾ ഷക്കീൽ എന്ത് ചെയ്തു, ഷക്കീലൊക്കെ മനസ്സിലായി ഈ ഞരമ്പന്മാർക്ക് ഇതാണ് വേണ്ടത് എന്ന്, അതങ്ങ് കൊടുത്ത്. അതുപോലെ തന്നെയാണ് ഹണി റോസ് ഇപ്പോൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ ഞരമ്പന്മാർക്ക് വേണ്ടത് ഇതാണ്, മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചെങ്കിലും ഒരു നീതി കാണിക്കണം എന്നാണ്. അതായത് നിങ്ങളിങ്ങനെ ഈ എന്താ പറയണ്ടേ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും, അതുമാത്രവുമല്ല നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇടപെട്ട് കേസൊക്കെ എടുക്കാറുണ്ട്. അതായത് വണ്ടി തടഞ്ഞു, ബ്ലോക്കാക്കി, മറ്റേതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹണി റോസൊക്കെ എവിടെയെങ്കിലും വരുമ്പം ബ്ലോക്കായാലോ അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ആൾക്കാർ കൂടിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല. അത് വളരെയധികം മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ, അതായത് ഒരു പക്ഷേ പൊതുജനങ്ങൾ നിങ്ങളുടെ അടുക്കുന്നൊക്കെ നിങ്ങളെയൊക്കെ സേവനം വേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കുമായിരിക്കും. അല്ലാതെ VIP ഇങ്ങനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയല്ല നിങ്ങൾ വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.